സൃഷ്ടിച്ചതല്ലീ പ്രപഞ്ചത്തെ ആരുമേ, സൃഷ്ടിച്ചതല്ലൊരു പുൽക്കൊടിയെ. സൃഷ്ടിച്ചതാണെങ്കിൽ ആ സൃഷ്ടികർത്താവിനെ സൃഷ്ടിച്ചതാരെന്ന് ചൊന്നിടേണം. ആരംഭമില്ലിതിന് അവസാനവുമില്ല, അല്ലാത്ത വാദങ്ങൾ ഫോഷ്കു മാത്രം. ജൈവ പരിണാമ പ്രക്രിയയിലൂടവേ ജീവന്റെ അങ്കുരം ആദ്യമുണ്ടായി. ഇങ്ങനെ പണ്ട് മുതലേ ഉണ്ടാകുന്ന സങ്കല്പങ്ങളാണ്. ഇതിന്ന് തിരിഞ്ഞു ചിന്തിച്ചവരാണ് പലരും. പിന്നെ സാമൂഹ്യ ശ്രീബുദ്ധനാണെങ്കിലും സർവ്വ ചരാചരങ്ങളുടെയും ദുഃഖങ്ങളും കഷ്ടപ്പാടും വേദനം മരണം പട്ടിണി ദാരിദ്ര്യം ഇതിനൊക്കെ പരിഹാരം തേടാനും ദൈവത്തെ അന്വേഷിച്ചു പോയ ആളാണ് അദ്ദേഹം. കിട്ടാവുന്ന മേഖലയിൽ എല്ലാ അറിവും നേടി അവസാനം ഘോര തപസ്സിൽ അനുഷ്ഠിച്ച് അദ്ദേഹത്തിന് വെളിപാടുണ്ടായതല്ല. ഇല്ലാത്ത ദൈവത്തിനെ തപ്പി നടന്നിട്ട് നിന്റെ ജീവിതം പാഴാക്കണ്ട, ഉള്ള ജീവിതം സാമൂഹ്യ നന്മയ്ക്കായിട്ട് പ്രയോജനപ്പെടുന്നതാണ്. അങ്ങനെയാണ് ശ്രീബുദ്ധൻ പറഞ്ഞ സത്യം വദ ധർമ്മം ചര മനസ്സാ വാച കർമ്മണ ആരെയും ദ്രോഹിക്കാതിരിക്കുക. ശ്രീബുദ്ധൻ പറഞ്ഞതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു ഇവിടെ നടത്തിയത്. അദ്ദേഹം ശ്രീനാരായണ ഗുരു ഏകദേശം ശ്രീബുദ്ധനെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹവും വിവാഹം കഴിച്ചെന്നല്ലാതെ കുടുംബജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടാതെ വീട് വിട്ട് പോവുകയായിരുന്നു. അദ്ദേഹം അറിവ് നേടാവുന്നിടത്തിൽ നിന്നെല്ലാം അറിവ് നേടി അവസാനവും അദ്ദേഹത്തിനും തോന്നിയതാണ്. ഇല്ലാതെ അദ്ദേഹം കപട സന്യാസിയല്ല. ആവശ്യമില്ലാത്ത മീശയൊക്കെ വളർത്തി രുദ്രാക്ഷമൊക്കെ നടക്കാൻ അദ്ദേഹം തയ്യാറല്ല. രുദ്രാക്ഷമൊക്കെ കഷായം വെച്ച് കുടിക്കാനുള്ളതാണ് പുള്ളി പറയുന്നത്. കാവ്യവസ്ത്രമൊന്നും ധരിച്ചിരുന്നില്ല ശ്രീനാരായണ ഗുരു. ഹിപ്നോട്ടിസം പഠിക്കാൻ ഞാൻ നിർബന്ധിതനായ കോവൂരിൽ നിന്ന് കിട്ടിയ പ്രേരണയാണ്. ഹിപ്നോട്ടിസം ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഉള്ളിലെ അന്ധവിശ്വാസങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും. ഒരു തട്ടിപ്പിനും പിന്നെ വിധേയമാകുകയില്ല. ഇപ്പൊ പൂന്താനം ശ്രീകൃഷ്ണനെ കണ്ടെന്ന് പറയുന്നത് അതിന്റെ ചുരുക്കം ഇതാണ്. സ്വയം മനസ്സിനെ പീഡിപ്പിച്ച് ശ്രീകൃഷ്ണനെ കണ്ടേ അടങ്ങത്തുള്ളൂ എന്നിങ്ങനെ സ്വയം പീഡിപ്പിച്ച് പട്ടിണിയും ദുരിതവും ഉപവാസമായിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ ഉപബോധ മനസ്സും ബോധ മനസ്സും കൂടെ ഒരു സൂത്രമെടുക്കും. ഇയാളെ ഒന്ന് ശ്രീകൃഷ്ണനെ കാണിച്ചില്ലെങ്കിൽ ഇവിടെ കിടന്ന് ചത്തുപോകും. അതിനുകൊണ്ട് ഉപബോധ മനസ്സും ബോധ മനസ്സും കൂടെ സ്വയം സൃഷ്ടിക്കുന്ന ഒരു സന്ദർഭം. അതേ മിഥ്യാനുഭൂതി ഉണ്ടാക്കും. വിദ്യാനുഭൂതി ഉണ്ടാകുമ്പോൾ ശ്രീകൃഷ്ണൻ വന്നു നിൽക്കുന്നതായിട്ടും ഒക്കെ തോന്നുന്നു. ഇമാതിരി തെറ്റിദ്ധാരണകളിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഹിപ്നോട്ടിസം കൂടെ പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഹിപ്നോട്ടിസം ക്ലാസുകൾ നടത്തി ഒരുപാട് ആയിരക്കണക്കിന് ഈ രീതി ബോധവൽക്കരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്നെ കാണുമ്പോൾ വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. മനസ്സിന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഭയങ്ങളും അന്ധവിശ്വാസങ്ങളും അപകർഷാബോധവും കുറ്റബോധവും ഒക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി കഴിയുമ്പോൾ അതിനുള്ള ശാസ്ത്രീയ വ്യായാമക്രമങ്ങളും ഉത്ബോധനങ്ങളും ഉണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ അവന് നല്ല വിൽ പവർ ഉണ്ടാവും എന്തിനെ നേരിടാൻ. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ ആരെയും പിടിച്ചു പറിക്കുന്നില്ല, ഞാൻ എന്തിനാ അന്യനെ ഭയപ്പെടുന്നു, ആളുടെ മുമ്പിൽ തലകുനിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് എന്റേതായ കഴിവുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ മേഖലയും ഡോക്ടർക്ക് ഡോക്ടറുടെ കഴിവുണ്ടാകും, എഞ്ചിനീയർക്ക് എഞ്ചിനീയർ, ചിത്രകാരന്റെ കഴിവുണ്ടാകും. ആരും ആരെക്കാളും കുറവല്ല. ഓരോരുത്തർക്കും അവരുടേതായ പ്രതിഭയും കഴിവുകളും ഉണ്ട്. ഇങ്ങനെയുള്ള ആത്മവിശ്വാസം നേടും. അതുമല്ല ഏറ്റവും വലിയത്. ആത്മവിശ്വാസക്കുറവാണ് മനുഷ്യന്റെ കൂടുതലും ഇച്ഛാശക്തികൾ. അതിന് നല്ല ഇച്ഛാശക്തി ഉണ്ടാകണം. എനിക്കും സാധിക്കും, എനിക്കും പരിശ്രമിച്ചാൽ സാധിക്കും എന്നുള്ള ഇച്ഛാശക്തി. അതിനെല്ലാം ഹിപ്നോട്ടിക്സ് പരിശീലനം കൊള്ളാം. മിക്ക മനുഷ്യരും മറ്റാരുടെയെങ്കിലും പകർപ്പുകൾ മാത്രമായി ഒടുങ്ങുന്ന ലോകത്ത് സ്വന്തം യുക്തിക്ക് നിരക്കാത്തതെല്ലാം തിരസ്കരിക്കുന്ന സുമനന്റെ വഴികൾ മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന തന്റെ ശാസ്ത്രീയ ബോധ്യത്തെ ആർക്കെങ്കിലും വേണ്ടി പരത്താനാവുമോ? സുമനന്റെ യുക്തിബോധത്തിന്റെ അലകുകൾ പൂർവാധികം മൂർച്ഛപ്പെടുന്നതേയുള്ളൂ. അദ്ദേഹം പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മകഥയ്ക്ക് ധാരാളം സമയമുണ്ട്. പലരും എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്റെ പോരാട്ടങ്ങളുടെ ചരിത്രം അത് രേഖപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെയുള്ള ഇത്രയും സംഭവബഹുലമായ മറ്റൊരു സാമൂഹ്യ പ്രവർത്തകനോ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഇല്ലാത്ത പ്രത്യേക പന്ഥാവിലൂടെ സഞ്ചരിച്ച് പോരാട്ടം നടത്തിയാണ് അത് രേഖപ്പെടുത്തണമെന്ന്. പക്ഷേ എനിക്കതിന് ഇന്നുവരെയുള്ള ഒരു സൗകര്യം കിട്ടിയിട്ടില്ല. പിന്നെ ഞാനും വിചാരിച്ചു എന്തിനാ, എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയില്ല. എനിക്കങ്ങനെ ഒരു സ്ഥാനം പിടിച്ച് കൈയടക്കണമെന്നൊന്നും ഇല്ല. ആരെങ്കിലും കണ്ടറിഞ്ഞ് വന്ന് ഇമാതിരി രീതിയിലൊക്കെ ഒന്ന് തട്ടി ഒരു സന്തോഷത്തിനൊന്ന് മാത്രമേ ഉള്ളൂ.
എന്റെ വീട്ടുകാരും ബന്ധപ്പെട്ടവരുമൊക്കെ ചോദിക്കും, എന്തിനാ ഈ ആവശ്യമില്ലാത്തവർക്ക് വല്ല നേട്ടങ്ങളുണ്ടോ ഇതുകൊണ്ട്? സാമ്പത്തികമായിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോൾ കേസിനും കാര്യത്തിനും പോകുന്നതല്ലാതെ വല്ല നേട്ടമുണ്ടോ? വീട്ടുകാരും ചോദിക്കുന്നത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും, ഞങ്ങൾക്ക് സ്വൈര്യ ജീവിതമാണ് ആവശ്യം, ഞങ്ങൾക്ക് ഈ നിത്യം ഭീഷണിയിലും മറ്റു കാര്യങ്ങളിലും ജീവിക്കാൻ പ്രയാസമാണ്. ഞാൻ പറഞ്ഞ എനിക്കിതിൽ നിന്ന് പിന്മാറാൻ ഒക്കില്ല. എനിക്ക് എന്റേതായ ആശയം പ്രചരിപ്പിക്കുക, ആ ആശയത്തെ തന്നെ ഉറച്ചു നിൽക്കുകയെന്ന്. ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും പിന്നെ പരന്ന് പറയാൻ എന്നെ കൊണ്ടുപോകും. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി, എന്നാൽ നമ്മെപ്പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെപ്പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.